ഹായ് ഫ്രണ്ട്സ്, യുവർ ക്രിയേഷൻസിന്റെ രേഖാസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു വെജ് സൂപ്പാണ്. വളരെ ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു വെജ് സൂപ്പാണിത്. മുതിർന്ന ആളുകൾക്കും ചെറിയ കുട്ടികൾക്കും എല്ലാവർക്കും ഇത് ഉണ്ടാക്കി കൊടുക്കണം. വെജ് സൂപ്പ് ഭയങ്കര ഔഷധ ഗുണമുള്ള ഒന്നാണ്. അതുകൊണ്ട് ആരും ഇത് ഉണ്ടാക്കി നോക്കാൻ മടി കാണിക്കരുത്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് നോക്കിയാലോ. ഒരു വെജ് സൂപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഇതിൽ കുറച്ച് സവോളയുണ്ട്, ഒരു പൊട്ടാറ്റോ ചെറുതായിട്ട് നുറുക്കിയതുണ്ട്, ക്യാരറ്റ് ഉണ്ട്, കാബേജ് ഉണ്ട്, ബീൻസ് ഉണ്ട്. ഇതിന്റെ അളവൊക്കെ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മളിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ആ കുക്കറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. കാബേജ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. സൂപ്പ് നമ്മൾ തയ്യാറാക്കുന്നത് നെയ്യിലാണ്. അത് കാരണം ഇത് തിളച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നെയ്യ് തന്നെ കുറച്ച് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം രണ്ടും ഇപ്പൊ വെളിച്ചെണ്ണയിട്ട് ഒഴിച്ചു കൊടുത്താൽ ഇതിലിപ്പോ വെളിച്ചെണ്ണ ഒഴിക്കും, നമ്മൾ താളിക്കുമ്പോൾ നെയ്യാവും. അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇനി നമുക്ക് കുക്കർ മൂടി വെക്കാം. കുക്കർ മൂടി വെച്ചു. ഇനി ഈ കുക്കർ നമുക്ക് ഗ്യാസ് സ്റ്റവിലേക്ക് വെക്കാം. ഗ്യാസ് ഓണാക്കാം. ഇനി 5 വിസില് കഴിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 5 വിസിലിന് ശേഷം നമുക്ക് ഗ്യാസ് മുഴുവൻ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ഇങ്ങനെ ആയിട്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു അരിപ്പ വെച്ച് അരിച്ച് ഇതിന്റെ സ്റ്റോക്ക് തയ്യാറാക്കാം. ഇവിടെ ഞാനൊരു സ്റ്റീൽ പാത്രത്തിൽ ഒരു അരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേക്കാണ് കേട്ടോ ഞാനിത് ഒഴിക്കുന്നത്. അങ്ങനെ ഇത് നല്ലവണ്ണം അമർത്തി കൊടുക്കുക. അപ്പൊ അതിലത്തെ വെള്ളം മുഴുവൻ കംപ്ലീറ്റ് ഇതിന്റെ സത്ത് മുഴുവൻ നമുക്ക് സൂപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോക്കിലേക്ക് കിട്ടും. നമ്മുടെ വെജിന്റെ സ്റ്റോക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് താളിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. അതിനായിട്ട് ഒരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. പാൻ ഏകദേശം ചൂടായ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർക്കുക. സൂപ്പ് എപ്പോഴും നെയ്യിൽ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് മൊരിയണം. കൂടുതലാവേണ്ടതില്ല കേട്ടോ. അത് ചെറുതായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. ഇത് ഒന്നിലോ ചതച്ച് ചേർക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ചേർക്കാം. ഏത് തരത്തിൽ വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ ഒരു സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു സവാള ആണ് കേട്ടോ. നമ്മൾ വെജിറ്റബിളിന്റെ സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെജിറ്റബിൾസ് എത്ര വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. ആ സ്റ്റോക്ക് ഉണ്ടാക്കിയ ശേഷം ഇതിലേക്ക് ഒരു സവോളയൊക്കെ ധാരാളമാണ് കേട്ടോ. അതുപോലെ തന്നെ 1.5 ഇഞ്ചി വെളുത്തുള്ളി കൂടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ മതിയാവും. നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കുക. നിങ്ങൾക്ക് നെയ്യിന്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ടീസ്പൂൺ കൂടിയൊക്കെ നെയ്യ് ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതല്ല നെയ്യ് അധികം ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിൽ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക്
ഒരു ചെറിയ ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർക്കാണ്. അതിന് നെയ്യിൽ കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴങ്ങണം. ഇനി ഇതിലേക്ക് അര കഷ്ണം കാപ്സിക്കാണ് ചെറുതായിട്ട് നുറുക്കിയത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ കാപ്സിക്കം ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചില ആൾക്കാർക്ക് ഇതില് കാപ്സിക്കം ഇടുന്നത് അത്ര ഇഷ്ടാവില്ല, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്റ്റോക്ക്, വെജിറ്റബിൾ സ്റ്റോക്ക് ഇതിലേക്ക് ചേർക്കണം. അര ടീസ്പൂൺ ഉപ്പാണ് ഇപ്പൊ ചേർക്കുന്നത്. നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കുക. സൂപ്പ് അവിടെ തിളയ്ക്കുന്നുണ്ട്, അപ്പൊ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ആക്കുക, കട്ട കിട്ടാതെ മിക്സ് ആക്കുക. അധികം കട്ട കെട്ടരുത്. ഇത് നമ്മൾ സൂപ്പിൽ ചേർക്കുന്നത് സൂപ്പിന് ചെറിയൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൽ കട്ടയില്ലാതെ ആക്കി കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യുക. അതിൽ ഒരുപാട് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മൾ കട്ടയില്ലാതെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇതുപോലെ വെള്ളത്തിൽ ചേർത്തേക്കാണ്. ഇനി ഇത് നമുക്ക് നമ്മുടെ സൂപ്പിലേക്ക് ആഡ് ചെയ്യാം. ഇനി സൂപ്പ് ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് കാത്തു നിൽക്കാം. സൂപ്പ് നല്ലവണ്ണം തിളച്ചു. ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. നല്ലവണ്ണം ഇളക്കിയ ശേഷം സൂപ്പ് ഓഫ് ചെയ്യാവുന്നതാണ്. നല്ലവണ്ണം മിക്സ് ചെയ്യുക, എന്നിട്ട് സൂപ്പ് ഓഫ് ചെയ്യാവുന്നതാണ്. ഈ സൂപ്പിൽ നമുക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കണം. കൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.